ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിന് ഇന്ന് പരിസമാപ്തി. കഴിഞ്ഞ 5 വർഷത്തിനിടെ നിരവധി സുപ്രധാന തീരുമാനങ്ങൾക്ക് ലോക്സഭ സാക്ഷ്യം വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട് മാനന്തവാടിയിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയെ മയക്കുവെടിവെക്കാൻ ഉത്തരവ്. കുടുംബത്തിന് സഹായം വാഗ്ദാനം ചെയ്ത് സംസ്ഥാന സർക്കാർ. റോസ്ഗാർ മേളയുടെ 12ാം ഘട്ടം മറ്റന്നാൾ നടക്കും. തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി നിർമ്മിച്ച 44 തീരദേശ റോഡുകൾ മന്ത്രി സജി ചെറിയാൻ നാടിന് സമർപ്പിച്ചു. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സമഗ്രമായ വികസനത്തിൽ ആദിവാസി സമൂഹത്തിന് നിർണായക പങ്കുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ വാർഷിക ദേശീയ ഗോത്രോത്സവമായ ആദി മഹോത്സവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവർഗ ഭാഷ, കലകൾ, ഭക്ഷണം, സംസ്കാരം, പരമ്പരാഗത കലാരൂപങ്ങൾ എന്നിവ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. 17ാം ലോക്സഭ നിരവധി സുപ്രധാന തീരുമാനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ കഴിഞ്ഞ 5 വർഷത്തെ പ്രമേയം പരിഷ്കരിക്കുക, നടപ്പിലാക്കുക, പരിവർത്തനം ചെയ്യുക എന്നതായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ये 5 वर्ष देश में रिफॉर्म, परफॉर्म एंड ट्रांसफॉर्म, ये बहुत रेयर होता है कि रिफॉर्म भी हो, परफॉर्म भी हो और हम ट्रांसफॉर्म होता अपनी आंखों के सामने देख पाते हो, एक नया विश्वास भरता हो. ये अपने आप में 17वीं लोकसभा से आज देश अनुभव कर रहा है. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണവും ശ്രീരാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയും രാജ്യത്തിന്റെ ചരിത്രപരവും അഭിമാനകരവുമായ നേട്ടമാണെന്ന് വിശേഷിപ്പിച്ച് ലോക്സഭ ഇന്ന് പ്രമേയം പാസാക്കി. രാജ്യത്തിന്റെ വികസന യാത്രയിലെ അവിസ്മരണീയ മുഹൂർത്തമാണിതെന്നും സാമൂഹികവും സാംസ്കാരികവും ചരിത്രപരവുമായ കാരണങ്ങളാൽ ഇത് സുപ്രധാനവുമാണെന്നും പ്രമേയം വ്യക്തമാക്കി. രാജ്യസഭയിലും അയോധ്യയും പ്രാണപ്രതിഷ്ഠയും ചർച്ചാ വിഷയമായി. വയനാട് മാനന്തവാടിയിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയെ മയക്കുവെടി വെക്കാൻ ഉത്തരവിട്ടു. മരിച്ച അജീഷിന്റെ ഭാര്യയ്ക്ക് വനം വകുപ്പിൽ ജോലി നൽകാനും കുടുംബത്തിന് ധനസഹായം നൽകാനും കളക്ടറേറ്റിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ഇന്ന് രാവിലെയാണ് അജീഷിനെ പടമലയിലെ വീട്ടിൽ വെച്ച് ആന കൊലപ്പെടുത്തിയത്. ഇയാൾ വീട്ടുമുറ്റത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആനയുടെ മുൻപിൽ പെടുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ അജീഷിന്റെ മൃതദേഹവും എടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തിയത്. സ്ഥലത്തേക്കെത്തിയ ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവരെയും നാട്ടുകാർ ഏറെ നേരം തടഞ്ഞുവെച്ചു. സബ് കളക്ടർ ഓഫീസിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് 10 ലക്ഷം രൂപ തിങ്കളാഴ്ച നൽകുമെന്നും അക്രമകാരിയെ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്നും അജീഷിന്റെ ഭാര്യയ്ക്ക് വനംവകുപ്പിൽ ജോലി നൽകുമെന്നും ഇവരുടെ കടങ്ങൾ പൂർണ്ണമായും എഴുത്തുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കുട്ടികളുടെ പഠനച്ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന ഉറപ്പിന്മേലാണ് വൈകുന്നേരത്തു കൂടി പ്രതിഷേധം അവസാനിപ്പിച്ചത്. 5:30 അജീഷിന്റെ മൃതദേഹം ബന്ധുക്കൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി വിട്ടു നൽകിയത്. അതേസമയം സംഭവത്തിൽ പ്രായോഗിക നിർദ്ദേശങ്ങളിൽ ജാഗ്രതയോടെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തണ്ണീർ കൊമ്പിനെ പിടിച്ചപ്പോൾ ഉണ്ടായ അനുഭവത്തിൽ നിന്നും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ജാഗ്രതയോടുകൂടി ഒരു സമീപനമായിരിക്കും പ്രത്യേക ദൗത്യ സംഘം സ്വീകരിക്കുക. കുങ്കിയാനകളെ എത്തിക്കാനും പ്രത്യേക ദൗത്യ സംഘത്തെ എത്തിക്കാനുമുള്ള നടപടികൾ ഇതിനകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വന്യമൃഗശല്യം പരിഹരിക്കാനാവാത്ത വനം മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കാസർഗോഡ് പറഞ്ഞു. റേഡിയോ കോളർ ഘടിപ്പിച്ച വന്യമൃഗങ്ങളുടെ നീക്കങ്ങൾ പോലും തിരിച്ചറിയാൻ വനം വകുപ്പിന് കഴിയുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കാട്ടാന ആക്രമണം വനം വകുപ്പിന്റെ കുറ്റകരമായ അനാസ്ഥയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആലപ്പുഴയിൽ പ്രതികരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം നൽകുന്നതിന് ആവിഷ്കരിച്ച റോസ്ഗാർ മേളയുടെ 12ാം ഘട്ടം മറ്റന്നാൾ നടക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി സംവദിക്കും. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നിയമന ഉത്തരവുകൾ കൈമാറും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം.
ലക്ഷദ്വീപിലെ കോടതികളിൽ പുതുതായി സ്ഥാപിച്ച ഈ സേവാ കേന്ദ്രങ്ങളിലൂടെ ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപ് നിവാസികൾക്ക് നീതിന്യായ സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാകുമെന്ന് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി. തീരദേശത്തെ മറ്റ് മേഖലയുമായി ബന്ധിപ്പിക്കുന്നതിനും മത്സ്യവിപണനം സുഗമമാക്കുന്നതിനുമായി സംസ്ഥാന ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് നിർമ്മിച്ച 44 തീരദേശ റോഡുകളുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ISL ഫുട്ബോളിൽ ഗുവാഹത്തിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാൾ മത്സരം പുരോഗമിക്കുന്നു. 79 മിനിറ്റ് പിന്നിട്ടപ്പോൾ 1-നെതിരെ 3 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുന്നിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിന് ഇന്ന് പരിസമാപ്തി. കഴിഞ്ഞ 5 വർഷത്തിനിടെ നിരവധി സുപ്രധാന തീരുമാനങ്ങൾക്ക് ലോക്സഭ സാക്ഷ്യം വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട് മാനന്തവാടിയിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയെ മയക്കുവെടിവെക്കാൻ ഉത്തരവ്. കുടുംബത്തിന് സഹായം വാഗ്ദാനം ചെയ്ത് സംസ്ഥാന സർക്കാർ. റോസ്ഗാർ മേളയുടെ 12ാം ഘട്ടം മറ്റന്നാൾ നടക്കും. തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി നിർമ്മിച്ച 44 തീരദേശ റോഡുകൾ മന്ത്രി സജി ചെറിയാൻ നാടിന് സമർപ്പിച്ചു. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.